ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 8764 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 21 പേരിന്ന് മരണമടഞ്ഞിട്ടുണ്ട്. 95,407 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 48,253 സാമ്പിളുകൾ പരിശോധന നടത്തി. 7,723 പേര് രോഗമുക്തരായി. കോവിഡ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ ജില്ല തിരുവനന്തപുരമാണ്. എന്നാൽ ഇപ്പോൾ രോഗവ്യാപനത്തിൻ്റെ തോത് ജില്ലയിൽ കുറഞ്ഞിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ സംയുക്തമായി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ജനങ്ങളും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ചില മേഖലകളിൽ ഇത്തരം പ്രവർത്തനങ്ങളോടുള്ള പൊതുജനങ്ങളുടെ സമീപനം തികച്ചും നിരാശയുണ്ടാക്കുന്നതാണ് എന്ന് ഖേദപൂർവം പറയട്ടെ. ചില മത്സ്യച്ചന്തകൾ, വഴിയോര കച്ചവട ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലൊക്കെ സാമൂഹ്യ അകലമടക്കമുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി കാണുന്നില്ല. കോവിഡിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്തി റോഡുകളുടെ വശങ്ങളിൽ വിവിധ ചെറുകിട കച്ചവടങ്ങൾ നടത്തുന്നവരേറെയുണ്ട്. വഴിയരികിൽ കച്ചവടം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണിവർ. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി ഇവരെ നമുക്ക് സഹായിക്കാം. പക്ഷേ അത്തരം കേന്ദ്രങ്ങളിൽ ആളുകൾ വല്ലാതെ കൂട്ടം കൂടുന്നതും കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുന്നതും ശരിയായ കാര്യമല്ല. അത് ഇവരെയും ബുദ്ധിമുട്ടിലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ച് തന്നെ അവരുമായി ഇടപെടാൻ തയ്യാറാകണം. കച്ചവടക്കാരും ഈ കാര്യം ശ്രദ്ധിച്ചു വേണം ഉപഭോക്താക്കളോട് ഇടപെടുന്നത്. ഇടപഴകുമ്പോൾ ഈയൊരു പരസ്പര കരുതൽ ഉണ്ടാകണം. ഇരു കൂട്ടരും ജാഗ്രതയിൽ കുറവ് വരുത്താൻ പാടില്ല. ചിലയിടങ്ങളിൽ കുട്ടികൾക്ക് സ്വകാര്യ ട്യൂഷൻ നടന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നിരവധി കുട്ടികൾ ഓൺലൈൻ പരീക്ഷകൾക്കും മറ്റുമായി ഇത്തരം ട്യൂഷൻ കേന്ദ്രങ്ങളെ സമീപിക്കുന്നുണ്ട്. തലസ്ഥാന ജില്ലയിൽ പ്രതിദിനം കോവിഡ് പോസിറ്റീവ് ആകുന്നതിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വലിയ ശതമാനമുണ്ട്. ഇത് മാതാപിതാക്കൾ ഓർക്കേണ്ടതും കരുതൽ സ്വീകരിക്കേണ്ടതുമാണ്. കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന വീടുകളിൽ ഒരു ശൗചാലയം മാത്രമുള്ള ഇടങ്ങളിൽ രോഗബാധിതരുണ്ടായാൽ അവരെ പ്രത്യേകം കേന്ദ്രങ്ങളിലേക്ക്
മാറ്റിപ്പാർപ്പിക്കും. അപ്പോൾ ഗൃഹചികിത്സക്ക് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേക CFLTC കേന്ദ്രങ്ങളിൽ അവരെ നിരീക്ഷിക്കാൻ സന്നദ്ധ പ്രവർത്തകർക്ക് കഴിയും. തദ്ദേശ സ്വയംഭരണ വാർഡ് തലത്തിൽ 3 സന്നദ്ധ പ്രവർത്തകരെ വീതം നിയോഗിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തും ഇതിനായി സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തണം. വ്യാപാരി വ്യവസായികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇത്തരത്തിലുള്ളവർക്ക് രോഗബാധ കൂടുന്നതായി കാണുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവരുടെ പ്രത്യേകം ഗ്രൂപ്പുകൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. പത്തനംതിട്ട ജില്ലയിലെ അടൂർ, തിരുവല്ല എന്നിവിടങ്ങളിലെ ചില വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ജീവനക്കാർക്കും കടയിലെത്തിയവർക്കും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അടൂർ KAP ക്യാമ്പിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററിൽ സമ്പർക്കത്തിലൂടെ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിനെ തുടർന്ന് ഇവിടെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ സജ്ജമാക്കി. KAP ക്യാമ്പിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററിൽ ഇന്നലെ വരെ 97 പേർക്കാണ് രോഗം ബാധിച്ചത്. ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 25 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ജില്ലാതലത്തിലെ കൺട്രോൾ റൂം സർവേലൻസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു. ആലപ്പുഴ ജില്ലയിലെ 10 സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ആശുപത്രികളാക്കാൻ നടപടി സ്വീകരിച്ചു. ഈ ആശുപത്രികളിൽ ICU, വെന്റിലേറ്റർ ഉൾപ്പെടെ 25% ബെഡുകൾ തയ്യാറാക്കി വെക്കും. നിലവിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കാത്ത സ്വകാര്യ ആശുപത്രികളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കോവിഡ് ഇല്ലാത്ത രോഗികളെ ചികിത്സിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സഞ്ചാരികൾ എത്തുന്നുണ്ട്. അവരെ നിരീക്ഷിക്കുന്നതിനും കോവിഡ് രോഗപകർച്ച തടയുന്നതിനുമായി ആരോഗ്യവകുപ്പും റിസോർട്ട് ഉടമകളുടെ സംഘടനകളും സഹകരിച്ച് പ്രത്യേക നിരീക്ഷണ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ ദിവ്യാശ്രമം ക്ലസ്റ്ററായി മാറിയിട്ടുണ്ട്. ഹോസ്റ്റലുകളിലും അനാഥാലയങ്ങളും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാർക്കറ്റുകളും ഹാർബറുകളും ദിവസങ്ങളോളം അടച്ചിടുന്നത് ഈ മേഖലകളെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുവെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങളോടെ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓരോ വാർഡുകളിലും 20 വീടുകൾ ഉൾക്കൊള്ളുന്ന ജാഗ്രതാ കമ്മ്യൂണിറ്റികൾ രൂപീകരിച്ച് രോഗപ്രതിരോധ നടപടികളും രോഗീ പരിചരണവും നിർവഹിക്കാനും ജില്ലാതലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഇതിനകം കോവിഡ് സ്ഥിരീകരിച്ചത് 155 ആദിവാസികൾക്കാണ്. ഇവരിൽ 31 മുതൽ 50 വരെ പ്രായമുള്ളവരാണ് കൂടുതൽ.
മീനങ്ങാടി, പേര്യ, വെങ്ങപ്പള്ളി ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടിയവരിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നാളെ പ്രവർത്തനം തുടങ്ങും. ചികിത്സ തേടിയെത്തുന്ന ഗർഭിണികൾ കോവിഡ് പോസിറ്റീവായാൽ കണ്ണൂർ ജില്ലയിലെ ചില സ്വകാര്യ ആശുപത്രികൾ അവരെ സർക്കാർ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ രീതി ശരിയല്ല. അവിടെ തന്നെ അവരെ ചികിത്സിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഗർഭിണികളെ സർക്കാർ ആശുപത്രികളിലേക്ക് അയക്കുന്നത് ഇവിടങ്ങളിലെ കോവിഡ് ചികിത്സയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്ലാസ്മ തെറാപ്പിക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളായി. കോവിഡ് മുക്തനായി 28 ദിവസം പിന്നിട്ട, എന്നാൽ രോഗമുക്തനായി 3 മാസം പൂർത്തിയാക്കിയിട്ടില്ലാത്ത ആളുകളിൽ നിന്നും പ്ലാസ്മയ്ക്ക് ആവശ്യമായ രക്തം ശേഖരിച്ചു തുടങ്ങി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി അതീവ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് ബാധിതരുടെ ചികിത്സക്കുള്ള കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. ജില്ലയിലെ ആദ്യത്തെ ഡൊമിസിലറി കെയർ സെൻറ്റർ പെരിയ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു.